പഠിക്കുന്ന ആളെന്ന് പറഞ്ഞു. അപ്പൊ ആള് പറയും അപ്പൊ ആള് പറയും ഇനി അങ്ങോട്ട് പോകണ്ടേന്ന് ചോദിക്കും. ആള് വീഡിയോ നിരീക്ഷിക്കും. എന്നിട്ട് പറയും ഒരു ജംഗ്ഷനാണ്. അപ്പൊ പറയും ഇടത്തോട്ട് മുമ്പോ അങ്ങനെ എഴുതിയത് വാഹനത്തിന്റെ വീൽ തിരിയുന്നോളൂ നല്ല ഓർമ്മകളുടെ ചക്രം തിരിയാൻ തുടങ്ങി. കത്തിട്ടാ ചാമ്പി അപ്പൊ അതിലെന്തായിരിക്കും അവളെ അല്ലല്ല അങ്ങനെ തുടങ്ങി. അപ്പൊ പിന്നെ പിന്നെ ഒരു സൈക്കിളിന്റെ ഇരു ചക്രങ്ങൾ ഇങ്ങനെ തിരിയുന്നു എന്ന് പറഞ്ഞങ്ങനെ എഴുതി. അപ്പൊ ഒരാള് സൈക്കിൾ ചവിട്ടുന്ന ഒരു കുട്ടി സൈക്കിൾ ചവിട്ടിയിട്ട് അവൻ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പള്ളി 9 മണിക്ക് തുടങ്ങും. അപ്പൊ ആ സമയത്ത് എത്താൻ വേണ്ടിയിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്ത് കുളിച്ച് പള്ളിയിൽ എത്തുമ്പോൾ അവിടെ പുതിയൊരു സൈക്കിൾ ഇരിക്കണ്ടോ, ഒരു ഗിയറുള്ള സൈക്കിൾ. അപ്പൊ അവൻ അവിടെ ഇറങ്ങും. എന്നിട്ട് ആ സൈക്കിൾ നോക്കും. അപ്പൊ അവൻ ആലോചിക്കും ഗിയർ സൈക്കിളാണ്, പുതിയതാണ്. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗിയർ സൈക്കിള് ഗൾഫിൽ അപ്പനുള്ള പിള്ളേർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവൻ ആലോചിക്കും ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ആരെ ഗൾഫുകാരുള്ള. അപ്പോൾ പള്ളിയിൽ ഗൾഫിൽ അവരുടെ കൂട്ടുകാരുടെ അച്ഛൻ മാത്രമേ ഗൾഫിലുള്ളൂ. അപ്പോൾ അവൻ ആ സൈക്കിളിൻ്റെ അവിടെ തന്നെ നിൽക്കും. പള്ളി കയറില്ല. അപ്പോൾ സൈക്കിളിൻ്റെ അവിടെ തന്നെ നിന്നിട്ട് അവൻ വരുമ്പോൾ ചോദിക്കും എനിക്കിത് ഓടിക്കാൻ തരുമായിരിക്കും. അപ്പോൾ അവൻ പറയും തരില്ല, അമ്മ പറഞ്ഞിട്ട് ആരും കൊടുക്കരുത്. അപ്പോൾ ഇതിന് ഫീലാവും. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അന്ന് അവിടെ തലേ ദിവസം വീട്ടിൽ പശുവിന് വിറ്റുണ്ടാവും. ആ പൈസ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അച്ഛനോട് പോയി ചോദിക്കും സൈക്കിൾ മേടിച്ചു തരാൻ. അച്ഛൻ പറയും മേടിച്ചു തരില്ല അവർ. അപ്പോൾ അവൻ നേരെ അമ്മയോട് പോയി ചോദിക്കും. അമ്മയും പറയും മേടിച്ചു തരില്ല അവർ. അപ്പോൾ ഇത്രയും പേരെ എൻ്റെ കഥയിൽ ശരിക്കും ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി സമരക്കാരൊക്കെ എനിക്ക് കേട്ടണോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ അപ്പോൾ അവൻ രാത്രി വരെ ഉറങ്ങാതിരിക്കുക, പുലർച്ചെ വരെ ഉറങ്ങാതിരിക്കും. എന്നിട്ട് ഉറങ്ങാതിരുന്നിട്ട് അവിടെ നിന്ന് രാത്രി ആ പൈസ എടുത്തിട്ട് ആ വീട്ടിൽ ഓടിപ്പോകും. അങ്ങനെ ദൂരെ ഏതൊരു സ്ഥലത്തെത്തും. അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലത്തെത്തി ആ പൈസക്ക് ചിലവാക്കി അവൻ കുറ്റവാളികളുടെ കൂടെ ചേരും. കുറ്റവാളികളുടെ കൂടെ ചേരും. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ലഹരി ഉപയോഗിച്ച് അങ്ങനെ ആകെ ജീവിതം താറുമാറായി വഴിതെറ്റി ഒരു ഗുണ്ടയും പിടിച്ചു പറിക്കാരുടെ അങ്ങനെയൊക്കെ എഴുതിയിട്ടാണ്. ആരോഗ്യം നശിച്ച് അവരൊരു ഉപയോഗമില്ലാത്തൊരു വസ്തുവായി മാറി. ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഭ്രാന്തനെ പോലെ നടക്കുമ്പോൾ അവിടെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് കണ്ടെത്തിയിട്ട് ആള് പിന്നെ റിഹാബ് സെന്ററിലൊക്കെ ആക്കി പിന്നെ പഴയ പോലെ ആക്കി എടുത്ത് ഇവന് കുറച്ച് പൈസ കൊടുത്തിട്ട് നാട്ടിലേക്ക് പറഞ്ഞു കൊടുക്കും. നീ പുതിയ ജീവിതം ആരംഭിക്കുന്നു പറഞ്ഞിട്ട് അവിടെയാണ് ഇന്ന് നല്ല സമരക്കാരൻ നിൽക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ആളെന്നെ ഞാൻ ആ നാട്ടിലേക്ക് വരും. നാട്ടിലെത്തുമ്പോൾ അവൻ്റെ വീട്ടിൽ ആരും ഉണ്ടാവില്ല. വീട് മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നുണ്ടാവും. വീട്ടിൽ അപ്പനമ്മയൊന്നുമില്ല, ആരുമില്ല. അവിടെ സൈക്കിള്, ആ പഴയ സൈക്കിൾ മാത്രം അവിടെ വീടിൻ്റെ സൈക്കിൾ പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവും, കേടായ സൈക്കിള്. അപ്പൊ അവനാ അപ്പൊ അല്ല പിന്നെ ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോ വീടൊരു ഡയലോഗ് വെച്ചു, സാറ് കുറച്ച് സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ അവൻ വീടിന്റെ മുമ്പിൽ എത്തിയിട്ടോ. അപ്പൊ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങും, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ചെല്ലും. വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിൽ ആരും ഉണ്ടാവില്ല. നോക്കുമ്പോ അപ്പൊ വീട്ടിലാരുമില്ല. അപ്പൊ അവനവിടെ ചെല്ലും. വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോ വീടെല്ലാം കാട് പിടിച്ച് കിടക്കുക പറമ്പൊക്കെ. അവൻ വീടിന്റെ സൈഡില് ഒരു സൈക്കിൾ ഇരിക്കുന്നുണ്ടാവും. ആ സൈക്കിൾ മാത്രമേ. അപ്പൊ അവൻ ആ സൈക്കിള് അപ്പനമ്മയൊക്കെ ആലോചിച്ചിട്ട് അവൻ കുറെ കരയും. അത് ചെന്നിട്ട് അവസാനം ആ സൈക്കിൾ എടുത്തിട്ട് സൈക്കിൾ നേരാക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങും. റോഡിലേക്ക് ഇറങ്ങിയിട്ട് സൈക്കിൾ തള്ളി പോകുമ്പോൾ ഒരു പുതുജീവിതത്തിന്റെ കാലചക്രം വീണ്ടും തിരിച്ചു തുടങ്ങുന്നു പറയുന്നത് അവിടെ